ഹേനും ഹിനുവിനെ കിസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഫോണിലും 1% മാത്രമേ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നു. ഹേനും സ്റ്റെപ്പ് വഴി നടന്നു പോകുമ്പോഴത്തേക്കും അവളുടെ കയ്യിലുള്ള ഫോണൊക്കെ കിട്ടുവാൻ വല്ല ചാൻസും ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് ഹ്യുനുവും അവളുടെ പിറകെ തന്നെ പോകുന്നു. അവളും റൂമിലേക്ക് കയറുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നീ ഉറങ്ങാൻ പോകുകയാണോ എന്നൊക്കെ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ ചോദിക്കുന്നുമുണ്ട്. അവളും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്നു. ഫോണൊക്കെ എത്രയും വേഗം ചാർജ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പേ ഫോൺ കൈക്കലാക്കി മെസ്സേജ് ഡിലീറ്റ് ചെയ്യണമെന്നായിരുന്നു അവൻ വിചാരിക്കുന്നത്. അവന് തന്റെ ഒപ്പം ഒരേ റൂമിലൊക്കെ കിടക്കുവാനായിട്ട് താല്പര്യമുണ്ട് എന്ന് ഹെയ്നും വിചാരിക്കുന്നു. ഹെയ്നും ഫോണൊക്കെ കുത്തിയിട്ടിട്ട് കുളിക്കുവാനായിട്ട് പോകുകയാണ്. അവളും കുളിക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും പതിയെ ഹ്യുനുവും റൂമിന്റെ അകത്തേക്ക് കയറി വരുന്നു. ഫോൺ കുത്തിയിട്ടിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽ പെടുകയാണ്. അവനും ഫോൺ സ്വിച്ച് ഓണൊക്കെ ആക്കുന്നു. ഹെയിന്റെ ബർത്ത്ഡേയും ഹ്യുനുവിന്റെ ബർത്ത്ഡേയും ആനിവേഴ്സറിയും അങ്ങനെ പല പല പാസ്വേഡൊക്കെ അടിച്ചു നോക്കുന്നുണ്ടെങ്കിലും ഫോൺ അൺലോക്ക് ആക്കുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിലായിട്ട് സംശയം തോന്നുന്ന അവനും മറ്റൊരു ഡേറ്റൊക്കെ അടിച്ചു നോക്കുമ്പോഴത്തേക്കും ഫോണും അൺലോക്ക് ആക്കുന്നു. പിന്നീട് അവനും പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ മെസ്സേജ് ഒക്കെ നോക്കിയിട്ട് ആ മെസ്സേജസും ഡിലീറ്റ് ചെയ്ത് കളയുന്നു. പക്ഷെ കുളിച്ചു കഴിഞ്ഞിട്ടെത്തുന്ന ഹേനും റൂമിൽ ഹിനുവോ ഉള്ളത് കാണുകയാണ്. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നീ ഉറങ്ങി കാണുമോ എന്നറിയുവാനായിട്ടായിരുന്നു ഞാൻ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹെയിന്റെ അടുത്ത് ഹിനു പറയുമ്പോഴത്തേക്കും നിനക്ക് ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ എന്റെ ഒപ്പം കിടന്നുറങ്ങാനായിട്ടല്ലേ നീ വന്നതെന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അങ്ങനെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അവളും നമുക്ക് എന്നാലും സംസാരിച്ചിരിക്കാമെന്നൊക്കെ അവന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും നീ മദ്യമൊക്കെ കുടിച്ചിട്ട് ആകെ ക്ഷീണിച്ചിരിക്കുകയല്ലേ, നീ റെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോക്കുകയാണ്. തന്നെ അവൻ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഹെയ്നും തെറ്റിദ്ധരിക്കുകയാണ്. ഹെയ്ൻ 4 ആഴ്ച പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവരും ഡോക്ടറെ കാണുവാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി എന്നാളും ജനിക്കുക എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ ദിവസമായിരുന്നു അവളും പാസ്വേഡ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതും. അന്ന് അവർ ഒരുപാട് സന്തോഷത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു റൂം മുഴുവൻ തന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തും അവർ വെക്കുന്നുണ്ട്. അവനും ഒരു നക്ഷത്രമൊക്കെ മുകളിൽ വെച്ചതിന് ശേഷം ലൈറ്റൊക്കെ ഓഫാക്കി കഴിയുമ്പോഴത്തേക്കും റൂം മുഴുവൻ നക്ഷത്രം കൊണ്ട് നിറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വരെ സെറ്റാക്കി വെച്ചിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ലൈറ്റൊക്കെ ഓഫാക്കി നോക്കുമ്പോഴത്തേക്കും ഒരു നക്ഷത്രം മാത്രം അവിടെ അവശേഷിക്കുന്നതും അവൻ ശ്രദ്ധിക്കുന്നു. ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് ഹെയ്നെ കാണുവാനായിട്ട് ചേച്ചിയും ചേട്ടനും കൂടി പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയും ഇപ്പോൾ ആകെ ദേഷ്യപ്പെടുകയാണ്. പക്ഷെ ചേച്ചി ആകട്ടെ ഇതുവരെയായിട്ട് ഹെയ്ൻ എന്റെ നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്നെ അവൾ മെസ്സഞ്ചറിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവൾക്ക് മെസ്സേജസും അയക്കുവാനായിട്ട് സാധിക്കും. അത്രയും പറഞ്ഞ് അവളും ആകെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഹ്യുനുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവന് ഡിവോഴ്സ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ മിക്കവാറും ഡിവോഴ്സ് ഒന്നും ചെയ്യുന്നതായിരിക്കുകയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അമ്മയും പണ്ട് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഓർക്കുകയാണ്. ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരുന്ന സമയത്ത് ഹെയ്ന്റെ അമ്മയും പെട്ടെന്ന് അകത്തേക്കൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. പിറകെ ചെല്ലുന്ന ഹ്യുനുവിന്റെ അമ്മയും ഹെയ്ന്റെ അമ്മയോട് സംസാരിക്കുന്നു. ഹെയ്ൻ ഇത്രയ്ക്ക് പണക്കാരി ആയിരുന്നു എന്ന കാര്യമൊന്നും ഹ്യുനുവിന് അറിയുകയില്ലായിരുന്നു. അവളും പാവപ്പെട്ട വീട്ടിലാണെന്നൊക്കെയാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഞങ്ങളും ഈ ഒരു വിവാഹത്തോട് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്നൊക്കെ ഹ്യുനുവിന്റെ അമ്മ പറയുമ്പോഴത്തേക്ക് നിന്റെ മകൻ ഒരു അഡ്വക്കേറ്റ് ഒക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കിയതിനു ശേഷമാണ് എന്റെ മക്കളെ സ്നേഹിച്ചത്. മാത്രമല്ല അവൻ ഒരിക്കലും അവന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലാതാക്കുന്ന ഒരു വ്യക്തിയല്ല. എല്ലാ കാര്യവും മുൻകൂട്ടി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും എല്ലാം അവന്റെ കണക്കുകൂട്ടൽ കൊണ്ട് മാത്രം നടന്നതാണെന്നുമൊക്കെ ഹേന്റെ അമ്മയും പറയുകയാണ്. അതൊക്കെ കേട്ടിട്ട് ഹ്യുനുവിന്റെ അമ്മയ്ക്ക് ഒരുപാട് വിഷമവും വന്നിട്ടുണ്ടായിരുന്നു. തന്റെ മകൻ വിവാഹം കഴിച്ചു പോയിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ഫാമിലിയിലാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അമ്മയ്ക്കും ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരുന്നു ഡിവോഴ്സ് ചെയ്യുന്നതിൽ അവനെ അനുകൂലിച്ചൊക്കെ അമ്മ സംസാരിച്ചതും. ഹ്യുനുവ് രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും ഹെയ്ൻ ഓറഞ്ച് ജ്യൂസ് ഒക്കെ ആയിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഉൺസിങ്ങും രാവിലെ അവൾ ഓറഞ്ച് ജ്യൂസ് കുടിക്കാറുള്ളതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഇപ്പോൾ ഹ്യുനുവും ഓർക്കുന്നു. ഞാൻ നിനക്കൊരു ചായയൊക്കെ ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ ഹ്യുനുവ് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്കതൊന്നും ആവശ്യമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ അവന്റെ ഡ്രസ്സിലുണ്ടായിരുന്ന ഒരു നൂലൊക്കെ ഹെയ്ൻ എടുത്തു കളയുന്നുണ്ട്. ഹെയ്ൻ തന്നെ കിസ് ചെയ്യുവാനായിട്ട് പോകുകയാണെന്നായിരുന്നു അവനും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഹെയ്ൻ അടുത്ത് നിന്നപ്പോഴത്തേക്കും ഹ്യുനുവിന്റെ ഹൃദയമൊക്കെ വല്ലാതെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രണയം കൊണ്ടാണെന്ന് മനസ്സിലാക്കാത്ത അവനും അത് പേടികൊണ്ടായിരുന്നു എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. ഹെർസൈനയുടെ ബ്രാൻഡിന്റെ ലിമിറ്റഡ് എഡിഷൻ ഡ്രസ്സൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഹെയ്ൻ എത്തിയിരിക്കുന്നത്. ആ ഒരു ഡ്രസ്സ് ആകെ 2 പേർക്ക് മാത്രമേ ഉള്ളൂ. ഒന്നാകട്ടെ ഹെർമാന്റെ വൈഫിനാണ്, മറ്റൊന്ന് അവൾക്കും. ഹെർമാനെ ഇംപ്രസ് ചെയ്യിക്കുവാനായിട്ടായിരുന്നു അവൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നതെങ്കിലും ആ ഒരു ഡ്രസ്സിലൊക്കെ അവളെ കാണുമ്പോഴത്തേക്കും ഹ്യുൻവോനും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. തനിക്ക് എന്താണ് പറ്റിയതെന്നൊക്കെ അവൻ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. പിന്നീട് അവന്റെ ഡ്രസ്സൊക്കെ കാണുവാൻ നല്ല ഭംഗിയുണ്ടെന്ന് അവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവനും സന്തോഷം കൊണ്ടൊന്നും തുള്ളിച്ചാടിയൊക്കെയാണ് പോകുന്നത്.
ഹ്യുൻവുവും ഓഫീസിൽ ഇരുന്ന് മൂളിപ്പാട്ടൊക്കെ പാടിയതിനു ശേഷം അവൾ എന്നെ ഒന്ന് പുകഴ്ത്തിയതിന് ഞാൻ എന്തിനാണ് ഇത്രയ്ക്ക് ഓവറായിട്ടൊക്കെ സീനുണ്ടാക്കുന്നതെന്ന് സ്വയം ആലോചിച്ചു നോക്കുന്നു. പിന്നീട് വെളിയിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ച് ഹെയ്നും ഒരു മീറ്റിംഗ് ഒക്കെ പങ്കെടുക്കുന്നത് അവൻ ശ്രദ്ധിക്കുകയാണ്. ഹെയ്നും മീറ്റിംഗിൽ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും അവൾക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട് എന്നൊക്കെ അവനും സ്വയം ഓർക്കുന്നു. അവളും ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഇവളുടെ ഈ ഒരു ദേഷ്യമൊക്കെ കണ്ടിട്ടാണ് തന്റെ ഉള്ളിലും അവളുടെ അടുത്തുള്ള ഒരു പേടിയൊക്കെ ജനിച്ചതെന്നും അവൻ ഓർക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ അവളുടെ ഫേസ് ഒക്കെ മാറുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും അവനും അറിയാതെ തന്നെ ചിരിച്ചു പോകുന്നു. ഹ്യുനു ഇനി ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഇതിനു മുമ്പ് നടന്ന മറ്റൊരു സംഭവമൊക്കെ കാണിക്കുന്നത്. ഹെയ്ൻ എസ്കലേറ്റർ വഴിയൊക്കെയാണ് കയറുന്നതെങ്കിൽ പോലും അവളും ആ ഒരു സ്റ്റെപ്പിലൂടെയൊക്കെ നടക്കുന്നു. അത് കാണുമ്പോഴത്തേക്കും അവൾക്ക് ഇത്രയ്ക്ക് ക്ഷമയില്ലാതായി പോയല്ലോ എന്നൊക്കെ ഹിൻവുവും ഓർക്കുകയാണ്. പക്ഷെ അവൾ അപ്പോൾ തന്നെ ഒന്ന് സ്ലിപ്പായി വീഴുവാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക എന്ന് അവനും വിളിച്ചു പോകുന്നു. പക്ഷെ അത് ഒരുപാട് ആളുകൾ കേട്ടു എന്ന് മനസ്സിലാക്കുന്ന അവനും അവിടെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൻ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതൊരു ചെരുപ്പുകടയുടെയൊക്കെ മുമ്പിലായിരുന്നു. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുമ്പോഴത്തേക്കും അവനും കൺമുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഷൂ ഒക്കെ അവൾക്ക് വേണ്ടി മേടിക്കുന്നു. അങ്ങനെ ആയിരുന്നു അവൾക്ക് വേണ്ടി ഞാൻ ഷൂ ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് ഫ്രണ്ടിന്റെ അടുത്തും ഹിനു പറയുന്നു. അവൾ ഇതുവരെയായിട്ടും വിൽപത്രം ഒന്നും മാറ്റി എഴുതിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ വല്ലയിടത്തും കാല് തെറ്റി വീണ് മരിക്കേണ്ടെന്നായിരുന്നു ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹിനുവും അറിയിക്കുന്നുണ്ട്. ആ ഒരു ഷൂവിന് 50% കിഴിവൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹെയിന്റെ അടുത്ത് ഹിനുവും ഷൂവുമായിട്ട് എത്തുന്നത്. ഒരുപാട് വില കൂടിയതും ഇരട്ടി വിലയ്ക്ക് മേടിച്ചതുമായിട്ടുള്ള ഒരുപാട് ഷൂസ് ഒക്കെ എന്റെ അടുത്തുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് പകുതി വിലയ്ക്ക് മേടിച്ച ഈ ഒരു ഷൂസ് ഒക്കെ ഇടുന്നതെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ഷൂസിന് ഭംഗി മാത്രമേ ഉള്ളൂ, അത് ഇട്ടാൽ ഒട്ടും തന്നെ കംഫോർട്ടബിൾ ആയിട്ട് ഇരിക്കുകയില്ല. എല്ലാത്തിനും ഒരുപാട് ഹീൽസ് ഉണ്ട്, അത് കട്ടി കുറഞ്ഞതുമാണ്. നീ അതൊക്കെ ഇട്ട് വീണാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനും ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവളും അതൊക്കെ അവിടെ വെച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. ഫ്രണ്ട് ആകട്ടെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ആ ഷൂസ് ഇഷ്ടപ്പെട്ടില്ല എന്നും വിചാരിക്കുന്നു. അവളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിൽ പോലും അതേ ഷൂസ് ഒക്കെ ഇട്ടിട്ടായിരുന്നു അന്ന് മുഴുവൻ അവൾ നടന്നിട്ടുണ്ടായിരുന്നതെന്നും കൂടി ഹിൻവോ അറിയിക്കുന്നു. ഹെയ്നും മുൻസിംഗും കൂടി സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഹിൻവോന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളും ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കാണാറുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഓൺസിംഗ് ഇപ്പോൾ എല്ലാ ദിവസവും ഹെയ്നെ കാണുവാനായിട്ടൊക്കെ എത്തുന്നുണ്ട്. ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കും, ഒന്നിച്ച് നടക്കുവാനൊക്കെ പോകും. എന്തിനേറെ പറയുന്നു, കോഫി കുടിക്കുവാൻ പോലും അവളുടെ കൂടെ അവൻ ഇരിക്കുകയുള്ളൂ എന്ന കാര്യമൊക്കെ അയാളും ഹിനുവിനെ അറിയിക്കുന്നു. അവരൊക്കെ ഭയങ്കര വർക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് ഫുഡ് കഴിക്കുന്ന സമയത്ത് പോലും വർക്കിനെ കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുക, അതല്ലാതെ മറ്റൊന്നും തന്നെ അതിന് പിന്നിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഹിനുവും സ്വയം സമാധാനിക്കുന്നു. ഓൺസിംഗും ഹെയ്ന്റെ മുടിയിലൊക്കെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും ഹെയ്ന് ഫ്രണ്ട് ആണെങ്കിൽ പോലും അവളുടെ മുടിയിൽ ആരും തന്നെ പിടിക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്നൊക്കെ ഹ്യുൻവുവും അറിയിക്കുകയാണ്. പക്ഷേ ഹെയ്നും ദേഷ്യപ്പെടുകയായിരുന്നില്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, മറിച്ച് അവനെ നോക്കി ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹ്യുൻവുനും ഒരു കുശുമ്പൊക്കെ തോന്നുന്നുമുണ്ട്. പക്ഷെ അവൻ അതൊന്നും തന്നെ കാര്യമായിട്ട് എടുക്കുന്നുമില്ല. എനിക്ക് ഹെയ്നെ ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഹെയ്ന് മറ്റാരെങ്കിലും ഇഷ്ടപ്പെട്ടാലോ അതിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെയാണ് ഹിനു പറയുന്നതെങ്കിൽ പോലും അവനാകട്ടെ മീറ്റിന് പകരമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ലീവ്സ് ഒക്കെയാണ് ഇപ്പോൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹെർമനെ കാണുവാനായിട്ട് പോകുകയല്ലേ, അപ്പോൾ നിനക്ക് മറ്റൊരു ചെരുപ്പൊക്കെ ഇട്ടുകൂടെ എന്ന് പൂൺ സിംഗ് ഹെയിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളാകട്ടെ ഇതെന്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി മേടിച്ചു തന്നതാണ്, എന്റെ കയ്യിലുള്ള ഷൂസ് ഒക്കെ ഇടുകയാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ വീണു പോകുമോ എന്നൊരു സംശയമൊക്കെ തോന്നിയത് കൊണ്ടാണ് അവനും വളരെ കാര്യമായിട്ട് തന്നെ എനിക്കിത് മേടിച്ചു തന്നത്. പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഹെർസൈനയുടെ ഡ്രസ്സൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഷൂസ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. എന്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളും ഇരിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഊൺസിങ്ങിന് വല്ലാത്ത അസൂയൊക്കെ തോന്നുന്നു. ഹെർമാനെ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ഉൺസിംഗ് ഒരു കാര്യമൊക്കെ ഹെയിന്റെ അടുത്ത് പറയുകയാണ്. ഹെർമാൻ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ അതെല്ലാം തന്നെ കേട്ട് നിന്നോണം. അതിനുശേഷം നീ ഒരേ ഒരു കാര്യം മാത്രം തിരിച്ചു പറയണമെന്നായിരുന്നു അവനും പറഞ്ഞത്. ഒരുപാട് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹെർമാനും പറയുവാനായിട്ടുണ്ടായിരുന്നത്. ഇത്രയും കണ്ടീഷൻസിൽ നിന്നും ഒരു കാര്യം പോലും പുറകോട്ട് പോകുകയില്ല. ഇത്രയും ഒക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളുടെ സ്റ്റോറിലേക്ക് ഞാൻ ഹെർസാനയുടെ ബ്രാൻഡൊക്കെ കൊണ്ടുവരാമെന്ന് ഹെർമാൻ പറയുമ്പോഴത്തേക്കും സെറ ലൂപ്പസിന്റെ കാര്യമൊക്കെ ആയിരുന്നു ഓൺസിംഗും ഹെയിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ആണ്. മാത്രമല്ല ഹെയിന്റെ സ്റ്റോറിൽ അവരുടെയും ഒരു ബ്രാൻഡൊക്കെ കൊണ്ടുവരാനായിട്ട് ഹെയിൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹെർമാന്റെ വൈഫ് അറിയാതെ ഹെർമാൻ ആ ഒരു സ്ത്രീയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പക്ഷെ ഈ ഒരു കാര്യമൊക്കെ വൈഫ് അറിയിക്കുകയാണെങ്കിൽ ആകെ പ്രശ്നമായിരിക്കുന്നതാണ്. വൈഫും ഒരു അഡ്വക്കേറ്റ് ഒക്കെയാണ്. മാത്രമല്ല വൈഫ് ഇത് അറിയിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഹെർമാന് തന്റെ കുഞ്ഞിനെ കാണുവാൻ പോലും അവസരം കിട്ടുകയില്ല എന്ന കാര്യം ഉൻസിങ്ങും ഹെയ്നെ അറിയിക്കുന്നു. ഹർസാനയുടെ ബ്രാൻഡിന് മുകളിലായിട്ടാണ് അവളും സ്റ്റോറൊക്കെ തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിവരങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ വൈഫിനെ അറിയിക്കട്ടെ എന്നൊക്കെ ഹെയ്നും ചോദിക്കുകയാണ്.
അതായത് അയാൾ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും തന്നെ പാലിക്കുവാനായിട്ട് ഹെയ്ന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അയാളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാനും സാറ ലൂക്കാസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നിന്നെ ആയിരുന്നല്ലോ ഹെർമാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കുമാണ് ആ ഒരു പെണ്ണിനെ കുറിച്ചുള്ള കാര്യം ഹെർമാനും ഉൺസിങ്ങിനും മാത്രമേ അറിയിക്കുകയുള്ളൂ എന്ന സത്യം ഉൺസിങ്ങും അറിയിക്കുന്നത്. അപ്പോൾ പ്രശ്നമാക്കുകയില്ലേ എന്നൊക്കെ ഹെൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഹെർമാന്റെ അടുത്ത് പിടിച്ചു നിൽക്കുവാൻ ഒരുപാട് രഹസ്യങ്ങളൊക്കെ തന്റെ കയ്യിൽ ഇനിയും ഉണ്ടെന്നായിരുന്നു ഉൺസിങ് പറയുന്നത്. ഏന പറഞ്ഞത് സത്യമാണ്, പണ്ടത്തെ ഉൺസിങ് അല്ല ഇത്. അപ്പോൾ നിനക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഹെയ്നും അവനോട് ചോദിക്കുന്നു. എന്തായാലും ഈ ഒരു സഹായത്തിനുള്ള പ്രതിഫലമൊക്കെ താൻ നൽകുന്നതായിരിക്കുമെന്ന് കൂടി ഹെയ്ൻ അവന് വാക്ക് നൽകുന്നു. കടയിൽ പീനട്ട് കേക്കൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഹെയ്ന് വേണ്ടി ഹിനു അതൊക്കെ മേടിക്കുകയാണ്. അത് കാണുന്ന ഫ്രണ്ടും നീ ശരിക്കും അവളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ വിളിച്ചു പോകുന്നു. അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നിൽക്കുമ്പോഴത്തേക്കുമാണ് ഹെയ്ന്റെ മെസ്സേജസ് ഒക്കെ അവനും വരുന്നത്. നിനക്ക് സന്തോഷമുള്ളൊരു വാർത്തയൊക്കെ ഞാൻ പറയുവാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വീട്ടിലേക്ക് എത്തുവാനായിട്ടായിരുന്നു അവളുടെ മെസ്സേജ്. ഞാൻ എന്റെ എല്ലാ സ്വത്തുക്കളും ഹിനുവിന്റെ പേരിലേക്ക് മാറ്റി എഴുതുകയാണെന്നുള്ള ഒരു വിൽപത്രമൊക്കെ കാണിക്കുവാനായിട്ടായിരിക്കും നിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതെന്നായിരുന്നു ഫ്രണ്ടും അവനോട് പറയുന്നത്. അവനും അങ്ങനെ ആയിരിക്കണമെന്നൊക്കെ മനസ്സുകൊണ്ടും ആഗ്രഹിക്കുന്നു. വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും അവൾക്ക് പീനട്ടൊക്കെ അവൻ നൽകുകയാണ്. പിന്നീട് അവൾ നൽകിയ പേപ്പറൊക്കെ അവൻ തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആയിരുന്നു അവൾക്ക് ഈ ഒരു മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. അവർക്കാകട്ടെ 51% അവളുടെ അസുഖം മാറ്റുവാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസമുണ്ടെന്നും കൂടി അതിൽ എഴുതിയിട്ടുമുണ്ടായിരുന്നു. നീയും ദൈവവും എന്റെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ഈ ഒരു രോഗത്തിന് മുമ്പിൽ തോറ്റുകൊടുക്കേണ്ടതായിട്ട് വരികയില്ല എന്ന് പറഞ്ഞ് അവളും ഒരുപാട് സന്തോഷിക്കുന്നു. അവൻ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ സന്തോഷമായിരുന്നില്ല, മറിച്ച് സങ്കടമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾക്ക് അസുഖമൊക്കെ മാറുകയാണെങ്കിൽ പിന്നീട് എന്തായിരിക്കും നടക്കുക എന്നൊക്കെ അവനും ആലോചിച്ചു നോക്കുന്നു. എല്ലാ ദിവസവുമുള്ള ടീം ഡിന്നർ, അവളുടെ സ്ഥിരമായിട്ടുള്ള വഴക്കും, അവളുടെ ഫാമിലിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും, എപ്പോഴും അവനെ ഫോളോ ചെയ്ത് രണ്ടാളുകൾ നടക്കുന്നതും, ഉറങ്ങുവാൻ സാധിക്കാത്ത അവനാകട്ടെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുവാനായിട്ട് കിടക്കുന്നതും, എല്ലാ ദിവസവും കാറിൽ ഇരുന്നു കൊണ്ട് കാറ് കഴുകുന്ന സമയത്ത് കരയുന്നതും എല്ലാം തന്നെ അവൻ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു ലൈഫിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് അവൻ ആലോചിക്കാനേ സാധിക്കുകയില്ല. അവളുടെ അസുഖമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും അവൾക്ക് ഡിവോഴ്സ് പേപ്പർ ഒക്കെ നൽകാമെന്നായിരുന്നു പിന്നീട് അവൻ ചിന്തിക്കുന്നത്. അപ്പോഴാകട്ടെ എന്റെ അസുഖമൊക്കെ മാറിയത് കൊണ്ട് തന്നെ നീ എന്നെ ചതിക്കുവാനായിട്ട് ശ്രമിക്കുകയാണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നതും അവനും നിന്റെ ലൈഫ് നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ, അതുപോലെ തന്നെ എന്റെ ലൈഫ് ഞാനും തിരികെ ചോദിക്കുകയാണെന്ന് അവളോട് പറയുന്നതിനെ കുറിച്ചും ഓർക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവളും തന്നെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കുമെന്ന് ഓർക്കുന്ന അവനും ഇതിനേക്കാളും വലുതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും ചെയ്യുവാനായിട്ടുള്ള ധൈര്യമൊന്നും അവനുണ്ടായിരുന്നില്ല. മുത്തശ്ശനും ഗേൾഫ്രണ്ടും കൂടി ഗെയിംസ് ഒക്കെ കളിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ അടുത്തേക്ക് ആന്റി കൂടി എത്തുന്നു. ആന്റി ആകട്ടെ മുത്തശ്ശന് കുടിക്കുവാനായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്നു മുതലാണ് നീ ഇങ്ങനെ എന്നെ സ്നേഹിക്കുവാനൊക്കെ തുടങ്ങിയത് മുത്തശ്ശനും ചോദിക്കുന്നു. ചില സാധനങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പഴയ ഒരു ഫോട്ടോയൊക്കെ കാണിച്ചുകൊണ്ട് ആന്റിയും പറയുകയാണ്. എന്നോട് അച്ഛൻ എന്തോരം സ്നേഹം ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അച്ഛൻ മറന്നുപോയോ? അച്ഛൻ എപ്പോൾ ബിസിനസ് ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നെങ്കിലും തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നീ ഒരിക്കലും വിവാഹമൊന്നും കഴിക്കണ്ട, എപ്പോഴും എന്റെ കൂടെ നിന്നാൽ മതിയെന്നായിരുന്നല്ലോ അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനാകട്ടെ ഇപ്പോഴും അച്ഛന്റെ കൂടെ തന്നെയാണ് ഉള്ളതെന്നൊക്കെ അവളും പറയുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ തർക്കിക്കുമ്പോഴത്തേക്കും ഞാൻ ആരെ വിവാഹം കഴിച്ചാലും 3 വർഷത്തിനുള്ളിലായിട്ട് തന്നെ അച്ഛന്റെ അടുത്തേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. അത് സ്നേഹം കൊണ്ടാണ്. നാളെ കഴിഞ്ഞ് എന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യമൊക്കെ അച്ഛൻ അറിയാമല്ലോ. എനിക്ക് അച്ഛന്റെ ഒപ്പം ഒരു ഡേറ്റിനൊക്കെ പോകണം. നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കണം ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ സോപ്പിട്ടുകൊണ്ട് അവള് നിൽക്കുന്നു. അച്ഛനും വേറെ നിവൃത്തിയില്ലാതെ അതിനൊക്കെ സമ്മതിക്കുകയാണ്. വീക്കെൻഡ് ആയിട്ട് പോലും ഉൻസെങ് ഹേനെ കാണുവാനായിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഹിനുവും സംസാരിക്കുന്നു. ഹെർസനയുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഇരിക്കുമ്പോഴത്തേക്കും ഹിനുവും ഞാനും നിങ്ങളുടെ കൂടെ കൂടാം, ലീഗൽ ടീമിന്റെ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു കൂട്ടത്തിൽ വന്നിരിക്കുകയാണ്. ആദ്യം സിഇഒകൾ തമ്മിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യട്ടെ, അതിനുശേഷം നിന്നെ വിളിപ്പിക്കാമെന്ന് ഊൺസിങ്ങും ഹിനുവിന്റെ അടുത്ത് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഹെയ്നും കോഫി വേണോ എന്നൊക്കെ ഊൺസിങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഹിനുവിനോടായിരിക്കും ചോദിച്ചതെന്നൊക്കെയാണ് അവന് വിചാരിക്കുന്നതെങ്കിലും അവനും വേണമെന്നൊക്കെ മറുപടി പറയുന്നു. പക്ഷേ നീ അതിന് രാവിലെ കോഫിയൊന്നും കുടിക്കാറില്ലല്ലോ എന്ന് ഹെയ്നും ചോദിക്കുകയാണ്. പിന്നീട് ഊൺസിങ്ങിന് വേണ്ടി അവൾ കോഫിക്ക് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും എന്റെ കാര്യത്തിൽ എന്റെ വൈഫിന് ഒരുപാട് ശ്രദ്ധയാണുള്ളത്. വെറും വയറ്റിൽ കോഫിയൊക്കെ കുടിക്കുകയാണെങ്കിൽ അത് ആരോഗ്യത്തിന് മോശമാണെന്നൊക്കെ അവൾ എപ്പോഴും പറയും. അതുകൊണ്ട് തന്നെ രാവിലെ കോഫി കുടിക്കുവാനായിട്ട് അവൾ ഒരിക്കലും സമ്മതിക്കാറില്ല. ഹിൻമോ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ അവൾ ആരുടെ ഹെൽപ്പൊന്നും ചോദിക്കാറില്ലല്ലോ.
പക്ഷെ എന്നെ ഏത് നിമിഷവും കോൾ ചെയ്തിട്ട് ഏത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കുന്നതായിരിക്കും. എന്ത് ചെയ്യാനാ? ഞാൻ മാത്രമല്ലേ അവളെ സഹായിക്കാനായിട്ടുള്ളൂ എന്നൊക്കെ ഉൻസിങ്ങും തിരിച്ച് അവനോട് പറയുന്നു. എനിക്കും കുറയിൽ മറ്റൊരു കാര്യങ്ങളും ചെയ്യുവാനില്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും അവളുടെ കൂടെ നടക്കേണ്ടതായിട്ടുമുണ്ടെന്നൊക്കെ ഉൻസിങ് പറയുമ്പോഴത്തേക്കും ഹിനുവിനും അത് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ആദ്യമായിട്ട് നിന്റെ മുടിയിലൊക്കെ തൊട്ട സമയത്ത് നിന്റെ ഹെയർ സ്റ്റൈല് പോകുന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് എന്തോ ഒരു ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉൻസിങ് നിന്റെ മുടിയിൽ തൊട്ടപ്പോൾ നീ എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യാതെ ഇരുന്നതെന്നൊക്കെ ഹെയിന്റെ അടുത്ത് ഹിനുവും ചോദിക്കുകയാണ്. അവളും അപ്പോഴായിരുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഓർക്കുന്നത്. മുടി സ്റ്റൈൽ ചെയ്യുന്ന ആണുങ്ങളല്ലാതെ മറ്റൊരാണുങ്ങളെയും കൊണ്ട് നിന്റെ മുടിയിലൊന്നും തൊടിയിക്കുവാൻ പോലും നീ അനുവദിക്കരുത്. അങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ഹിനുവും പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഹെയിന് മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിലും അവൾക്കും ചിരിയായിരുന്നു വരുന്നത്. പക്ഷെ ആ ഒരു ചിരിയൊന്നും ഹിനുവ് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മറുപടിയും പറയാതെ അവൾ പോയല്ലോ എന്ന് അവനും വിചാരിക്കുന്നു. ഹെയനും ഉൺസിങ്ങും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ വെളിയിൽ നിന്നുകൊണ്ട് ഹിനുവ് കാണുന്നു. ഉൺസിങ്ങിന്റെ ചിരിയൊക്കെ കാണുമ്പോഴാണ് ഹിനുവിന് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നുന്നതും. ഹിനുവ് വെളിയിൽ നിന്നുകൊണ്ട് അവരെ നോക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന ഉൺസിങ്ങും കർട്ടനൊക്കെ താത്തിയിടുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയുവാനായിട്ട് ഹ്യുനുവും വാതിലിന് വെളിയിലായിട്ടൊക്കെ ചെവിയും വെച്ചുകൊണ്ടിരിക്കുന്നു. ഹ്യുനുവും നീ എന്നെ വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് റൂമും തുറന്ന് അകത്തേക്കൊക്കെ കയറി ചെല്ലുന്നുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഹ്യുനുവും വാതിൽക്കലൊക്കെ വന്ന് നിൽക്കുന്നു. നിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. നീ ദയവ് ചെയ്ത് പോയി റെസ്റ്റ് എടുക്കുവാനായിട്ട് ഹെയ്നും അവനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും റൂമിലേക്ക് സൂചോൾ കൂടി എത്തുന്നു. ഞാൻ ഒരുപാട് തവണ നിന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്റെ സെക്രട്ടറി ആകട്ടെ കോളൊന്നും നിന്റെ കയ്യിൽ തരാൻ പോലും കൂട്ടാക്കിയില്ല. ഞാൻ ഹെയിന്റെ സഹോദരനായതുകൊണ്ട് തന്നെ നീയും എന്നെ സഹോദരനായിട്ടൊക്കെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഫോൺസിംഗുമായിട്ട് കൂടുതൽ കമ്പനി ആക്കുവാനായിട്ട് നോക്കുകയാണ് സൂചോളും. മാത്രമല്ല ഹ്യുൻവിനെ റൂമിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം അവനും ഡോറൊക്കെ അടയ്ക്കുന്നു. ഹെയിൻ രക്ഷപ്പെടുവാനായിട്ട് 51% ചാൻസ് ഉണ്ടെന്നല്ലേ നീയും പറഞ്ഞത്. അഥവാ അവൾ രക്ഷപ്പെടുകയാണെങ്കിൽ അവൾ ഉൻസികുമായിട്ട് പ്രണയത്തിലാക്കുകയാണെങ്കിൽ നിനക്കും നഷ്ടപരിഹാരമൊക്കെ കിട്ടുകയില്ലേ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ മറ്റൊരു രീതിയിൽ നിനക്ക് പണക്കാരനാക്കുവാനായിട്ട് സാധിക്കും. ഉൻസക് നിന്നെ സഹായിക്കുവാനായിട്ടാണ് എത്തിയതെന്നൊക്കെ ഫ്രണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അവൾ ആരെ സ്നേഹിച്ചാലും അതെനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ അവൻ എന്തൊക്കെയോ നിഗൂഢതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൻ അടുത്ത് വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ എനിക്കങ്ങനെ ഫീലും ചെയ്യാറുണ്ടെന്നൊക്കെ ഹിൻബുവും പറയുന്നു. നീ ഇപ്പോൾ മുങ്ങിച്ചാക്കുവാനായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് നിന്നെ രക്ഷിക്കുവാനായിട്ട് വരുന്ന ആളെ നിനക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് നീ മരിച്ചോട്ടെ എന്ന് വിചാരിക്കുമോ? അതോ അയാൾ തരുന്ന കയറിലൊക്കെ പിടിച്ച് കയറി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമോ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോഴത്തേക്കും പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉൻസിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും സമ്മതം നൽകുകയില്ല എന്നായിരുന്നു ഹിൻമുവും പറയുന്നത്. സൂചോളും ഇപ്പോൾ ഉൻസിങ്ങിനെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സ്ഥലത്ത് റിസോർട്ട് പണിയുവാനായിട്ടാണ് സൂചോൾ ആഗ്രഹിക്കുന്നത്. ഇനി റിസോർട്ട് പണിയുന്നതിൽ ലൈസൻസ് ഒക്കെ കിട്ടണമല്ലോ. ലൈസൻസിന് വേണ്ടി ആ ഒരു വിഭാഗത്തിലുള്ള ആൾ തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടെന്നൊക്കെ സൂചോളും പറയുന്നു. ട്വിൻസിന്റെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിട്ടായിരുന്നു അയാളും പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഡിസ്നി പോലത്തെ ഒരു സ്ഥലമൊക്കെ ഇവിടെ നിർമ്മിക്കാം. കേപ്പോപ്പും കേഡ്രാമയും ഒക്കെ ഒരുപാട് ഫേമസ് ആയതുകൊണ്ട് തന്നെ വിദേശത്തു നിന്നുമുള്ള ആൾക്കാർ പോലും ഇവിടെ എത്തുന്നതായിരിക്കുമെന്ന് സൂചോളും അറിയിക്കുന്നു. സൂചോളും ആ ഒരു പ്ലാനൊക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ ആയിരുന്നു അമ്മയും ഓൺസെങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രേസ്കോയോട് അന്വേഷിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗ്രേസ്കോയും ഓൺസെങ് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്ന പ്രശസ്ത വ്യക്തികളുടെ കൂടെയുള്ള ഫോട്ടോസ് ഒക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ കാണുമ്പോഴത്തേക്കും അമ്മയും ഒരുപാട് ഇംപ്രസ്ഡ് ആകുന്നു. ഹെയ്നും ഓൺസെങ്ങും വളരെ ക്ലോസ് ആയതുകൊണ്ടൊക്കെയാണ് ഹെർസൈനയുടെ ബ്രാൻഡൊക്കെ ഇപ്പോൾ ഹെയിന്റെ ഷോപ്പിലൊക്കെ തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രില്യൺ ഗ്രൂപ്പിലേക്ക് അവൾക്ക് എത്തുവാനായിട്ടും സാധിക്കും. അവളും ആ ഗ്രൂപ്പിലൊക്കെ എത്തുകയാണെങ്കിൽ ചെയർമാനും ക്വീൻസ് ഗ്രൂപ്പും മൊത്തത്തിൽ അവൾക്ക് എഴുതി കൊടുക്കാമെന്ന് വാക്ക് നൽകിയതാണ്. അയാളും അത് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും തന്നെ കിട്ടുകയില്ല. മാത്രമല്ല ഹെയ്ൻ ഉറപ്പായിട്ടും സൂചോൾ റിസോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം വിജയിക്കരുതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം സൂചോളുമായിട്ട് ഉൻസിങ് അധികം കമ്പനി കൂടാത്തതും ആ ഒരു പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വാക്ക് നൽകാത്തതും. ഹെയ്ൻ കൂടെ നിൽക്കുകയാണെങ്കിൽ ഹെയ്ന്റെ സഹോദരങ്ങളെ കൂടി അവൾ ഇല്ലാതാക്കുമെന്നായിരുന്നു ഭാവിയെക്കുറിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് ഡിസ്കോയും അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് വീണ്ടും ഹെയ്നോടുള്ള ദേഷ്യമൊക്കെ കൂടുന്നു. ഗ്രേസ്കോയും ഉൻസെങ്ങിന്റെ ഒപ്പം ഇരുന്ന് മദ്യപിക്കുകയാണ്. ഭാവിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഹെയ്ന്റെ അമ്മ അതെല്ലാം തന്നെ വിശ്വസിക്കുന്നതാണ്. സത്യമാണോ കള്ളമാണോ എന്ന് പോലും നോക്കുവാനായിട്ട് നിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ 15 വർഷമായിട്ട് അവളുടെ അടുത്ത് നിന്നും പല രീതിയിലുള്ള സഹായങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഫേസ്കോയും അറിയിക്കുന്നു. ഹേനെ കാണുവാനായിട്ട് അമ്മയും ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് ഉൻസെങ്ങിനോട്
സൂചോളുടെ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അമ്മയും ചോദിക്കുന്നു. നീ ഭയങ്കര സെൽഫിഷ് ആയതുകൊണ്ട് തന്നെ ഇതല്ല ഇതിനപ്പുറം നീ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അമ്മ അവളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവൾക്കും ചെറുതായിട്ടൊന്ന് ബോധം പോകുന്ന പോലെയൊക്കെ ആക്കുകയാണ്. എങ്കിലും അവിടെ എത്തുന്ന ഹിൻവു അവളെ പിടിക്കുകയും അവൾക്ക് രാവിലെ തൊട്ട് നല്ല സുഖമില്ലാത്തതാണെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. നീ പണത്തിനെ കുറിച്ചും സ്റ്റോക്സിനെ കുറിച്ചും ട്രില്യൺ ക്ലബിനെ കുറിച്ചുമൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നിനക്ക് അസുഖമാണെന്നൊക്കെ വീട്ടുകാരോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന പദവിയൊക്കെ പോകുമെന്നല്ലേ നീ വിചാരിക്കുന്നത്? അതൊന്നും തന്നെ പ്രശ്നമില്ല. നീ ആദ്യം ഈ ഒരു കാര്യം അവരെ അറിയിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഹിനുവ് പറയുമ്പോഴത്തേക്കും എന്റെ പേരൻസിന് ഒരു കുട്ടീനെ നേരത്തെ തന്നെ നഷ്ടപ്പെട്ടതാണ്. ഇനി ഞാനും കൂടി പോവുകയാണെന്ന് എങ്ങനെയാണ് ഞാൻ അവരോട് പറയുക? അതൊക്കെ കേട്ടാൽ അവർ ഒരുപാട് ഷോക്കാകും. പിന്നെ അത് മാത്രമല്ല, എന്റെ ഈ ഒരു അസുഖമൊക്കെ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ ഒരിക്കലും എന്നെ ഒരു പേഷ്യന്റ് ആയിട്ട് കാണേണ്ടതായിട്ടില്ല എന്ന് കൂടി ഹെയ്ൻ അറിയിക്കുന്നു. ക്വീൻസ് ഗ്രൂപ്പിന്റെ സ്റ്റോക്സ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഊൺസിംഗ് വലിയൊരു പദ്ധതിയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ക്വീൻസ് ഗ്രൂപ്പ് ആകട്ടെ അവരുടെ എല്ലാ സ്വത്തുക്കളും ഈ ഒരു സ്റ്റോക്സിന്റെ പേരിൽ വെക്കുകയാണ് എങ്കിൽ, സ്റ്റോക്സ് ഇല്ലാതാക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെടുന്നതായിരിക്കും. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാമെന്നും അവൻ പറയുന്നു. ചെയർമാൻ അനധികൃതമായിട്ടുണ്ടാക്കിയിരിക്കുന്ന പണത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഒരാളാണ് ഡീൽ ചെയ്യുന്നത്. അയാളെ കൈക്കലാക്കിയതിനു ശേഷം ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ചെയർമാനും ജയിലിൽ പോകുന്നതായിരിക്കും. അവരും ആ ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ക്വീൻസ് ഗ്രൂപ്പ് മൊത്തത്തിലായിട്ട് കൈയടക്കുവാനായിട്ടായിരുന്നു ഉൻസിംഗ് ആഗ്രഹിക്കുന്നത്. ക്വീൻസ് ഗ്രൂപ്പിന്റെ ഡയറക്ടേഴ്സിന് മെസ്സേജ് ഒക്കെ വരികയാണ്. ആ ഒരു മെസ്സേജസിലാകട്ടെ അവരോട് ഒരു മിനിമം തുകയൊക്കെ അടയ്ക്കുകയാണ് എങ്കിൽ അവർക്കും ഒരുപാട് ലാഭമൊക്കെ ഉണ്ടാകുമെന്ന രീതിയിലായിരുന്നു മെസ്സേജിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, അവരുടെ കയ്യിൽ ഇപ്പോൾ പണമില്ലെങ്കിൽ ക്വീൻസ് ഗ്രൂപ്പിലുള്ള സ്റ്റോക്സ് ഒക്കെ നൽകിയാലും മതിയെന്ന് അതിൽ പറഞ്ഞത് കൊണ്ട് തന്നെ അവരും അതിനൊക്കെ സമ്മതിക്കുന്നു. മുത്തശ്ശൻ വ്യോമിച്ചയുടെ കൂടെ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ വ്യോമിച്ച മാത്രമായിരുന്നില്ല, വ്യോമിച്ചയുടെ സഹോദരൻ കൂടി നിൽപ്പുണ്ടായിരുന്നു. അവനെ കാണുമ്പോൾ തന്നെ മുത്തശ്ശനും ഇറങ്ങി പോകുവാനായിട്ടൊക്കെ നോക്കുന്നു. അച്ഛൻ എനിക്ക് ഒരവസരം കൂടി നൽകണമെന്നായിരുന്നു അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛൻ എന്നെ ചതിക്കുവാൻ പോകുകയാണെന്നുള്ള ഒരു വിവരമൊക്കെ അറിഞ്ഞത് കൊണ്ടായിരുന്നു ഞാനും അച്ഛൻ ചെയ്ത അഴിമതികളുടെയൊക്കെ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം അതൊക്കെ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചു. മാത്രമല്ല അച്ഛന്റെ സ്ഥാനം കൈയടക്കുവാനും ശ്രമിച്ചു. പക്ഷേ ഇത്തവണ അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്നും ഞാൻ ഇനി ഇങ്ങനെ ഒന്നും തന്നെ ആവർത്തിക്കുകയില്ല എന്നുമൊക്കെ അവനും പറയുന്നു. ഇപ്പോൾ തന്നെ ഈ ഒരു സംഭവമൊക്കെ നടന്നിട്ട് 20 വർഷമായില്ലേ, ഇനിയെങ്കിലും അച്ഛന് ക്ഷമിച്ചൂടെ എന്നൊക്കെ വ്യോമിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി ഒരിക്കലും എന്റെ കൺമുമ്പിൽ പോലും നീ വന്നേക്കരുത്, ഞാൻ മരിച്ചു കിടന്നാൽ പോലും എന്നെ കാണരുതെന്ന് പറഞ്ഞ് അച്ഛനും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. മുത്തശ്ശന് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ഗേൾഫ്രണ്ടും മുത്തശ്ശന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി നൽകുകയാണ്. മുത്തശ്ശനും പണ്ട് ന്യൂസ് പേപ്പർ ഒക്കെ വിറ്റുകൊണ്ടിരുന്ന സമയത്ത് തെരുവിലൊക്കെയായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ മുത്തശ്ശന് 60 വർഷം വേണ്ടി വന്നു ഇത്രയ്ക്ക് വലിയൊരു സ്റ്റോറൊക്കെ ഉണ്ടാക്കുവാനും കൊറിയയിലെ വലിയ പണക്കാരനാകുവാനും. ഇത്രയൊക്കെ സ്വന്തമാക്കിയിട്ട് പോലും കാട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു ഫീലാണ് എനിക്ക് ഉള്ളതെന്ന് കൂടി മുത്തശ്ശൻ അറിയിക്കുന്നു. ഗേൾഫ്രണ്ട് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എന്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡിന്റെ രുചിയാണ് ഇതിനും ഉള്ളതെന്ന് മുത്തശ്ശൻ പറയുന്നുമുണ്ട്. ഒരു കപ്പിൾ സ്റ്റോറിലേക്ക് എത്തിയതിനു ശേഷം അതിലെ പെൺകുട്ടി ഇവരുടെ പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ചിട്ട് അവളുടെ സ്കിന്നിന് ഡാമേജ് ഒക്കെ ഉണ്ടായെന്ന് പറയുകയാണ്. പക്ഷെ ആ ഒരു പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ചിട്ട് 8 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു. പ്രൊഡക്റ്റും ഏകദേശം തീരാറായി. അങ്ങനെ ഇരിക്കെ ഒരു റീഫണ്ട് ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല എന്ന് സ്റ്റാഫ് പറയുമ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന ബോയ് ഫ്രണ്ട് ആകെ ദേഷ്യപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും തല്ലി പൊട്ടിക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ സ്റ്റാഫിനെയും കൂടി അവൻ തല്ലുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തില് ഹെയ്ൻ കൂടി ഇടപെടുകയാണ്. സ്റ്റാഫ് ആകട്ടെ നേരത്തെ ബാത്റൂമിൽ വെച്ച് ഒരു പെൺകുട്ടി കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പെൺകുട്ടിയാണ്. എനിക്ക് നിങ്ങളോട് ആരോടുമല്ല ഈ കമ്പനിയുടെ സിഇഒയോടാണ് സംസാരിക്കുവാനായിട്ടുള്ളതെന്നൊക്കെ ബോയ് ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും ഹെയ്നും ഞാനാണ് കമ്പനിയുടെ സിഇഒ എന്നൊക്കെ പറഞ്ഞു വരുന്നു. സ്റ്റാഫ് ചെയ്തത് ഒട്ടും തന്നെ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ബോയ് ഫ്രണ്ട് തർക്കിക്കുമ്പോഴത്തേക്കും നീ പറഞ്ഞത് സത്യം തന്നെയാണ്, ഇതുപോലത്തെ ക്രിമിനൽസ് ഒക്കെ വരികയാണെങ്കിൽ നേരിട്ട് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഹെയ്നും സ്റ്റാഫിന്റെ അടുത്ത് പറയുന്നു. ഗേൾഫ്രണ്ടും ഈ ഒരു ദൃശ്യങ്ങളെല്ലാം തന്നെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കെതിരായിട്ട് ഞാൻ കേസ് കൊടുക്കുന്നതായിരിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹെയ്നും ചുറ്റുമുള്ള ആളുകളെയൊക്കെ കാണിച്ചിട്ട് അവരെല്ലാവരും തന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതാണ്. മാത്രല്ല, നിങ്ങൾ കമ്പനിക്ക് നഷ്ടമൊക്കെ ഉണ്ടാക്കി, ഇവിടുത്തെ പല പ്രൊഡക്ട്സും നശിപ്പിച്ചു, അതിനൊക്കെതിരെ ഞാനും കേസ് കൊടുക്കുന്നതായിരിക്കും, എന്റെ ഹസ്ബൻഡും ഒരു അഡ്വക്കേറ്റ് ആണെന്നൊക്കെ ഹെയ്നും പറയുന്നു. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റിക്ക് എത്തിയിട്ട് അവരെ രണ്ടുപേരെയും പുറത്താക്കുന്നുണ്ട്. അച്ഛന്റെ എതിരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അയാളുടെ ചിഹ്നമാകട്ടെ ആപ്പിൾ ആണ്. അയാളും ഹ്യൂൻമോന്റെ അച്ഛൻ നാടിനു വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നും, പക്ഷേ ഇയാളാകട്ടെ കൊറിയയിലെ ഫുഡ് തന്നെ വളരെയധികം ഫേമസ് ആക്കുന്നതായിരിക്കുമെന്നൊക്കെ ആൾക്കാർക്ക് വാഗ്ദാനം നൽകുകയാണ്. മാത്രമല്ല, അയാളും ഒരു റെസ്റ്റോറന്റിലെ ഫുഡ് എല്ലാം തന്നെ പകുതി വിലക്കൊക്കെ നൽകുന്നു. ഇതൊരു ഇലക്ഷൻ തന്ത്രമാണെന്ന് മനസ്സിലാക്കുന്ന അച്ഛനും അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ആ കട നിറയെ ആൾക്കാരൊക്കെ ആയിരുന്നു. ഇയാൾ ഇപ്പോൾ ചെയ്യുന്നത് നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതും കൊണ്ട് അയാൾ മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ
ഷൂട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊക്കെ പോലീസിനെ ഏൽപ്പിക്കാമെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. പക്ഷെ ആ ഒരു റെസ്റ്റോറന്റിലൊക്കെ എത്തി ഫുഡൊക്കെ എൻജോയ് ചെയ്യുകയായിരുന്നു ചേട്ടനും. ഓപ്പോസിറ്റ് പാർട്ടിക്ക് നൽകുന്ന ഫുഡ് കഴിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു നാണക്കേടാണ്. അതും വില്ലേജിന്റെ ഹെഡ് ആയിട്ടുള്ള ആളുടെ മകൻ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും നീ ചെയ്തത് വളരെ മോശമായി പോയെന്നൊക്കെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന ആളും ചേട്ടനോട് പറയുകയാണ്. ഇപ്പോൾ ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പോലും ഫാമിലി ഉൾപ്പെട്ട കാര്യം ആയതുകൊണ്ട് തന്നെ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുകയില്ല എന്ന് കൂടി അയാൾ അറിയിക്കുന്നു. നമുക്ക് കുറെ റൂമേഴ്സ് ഒക്കെ പരത്തിയാലോ എന്നാണ് ചേച്ചി ചോദിക്കുന്നത്. അച്ഛനെതിരായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥിയാകട്ടെ കുട്ടിക്കാലത്ത് ചേച്ചിയുടെ കടയിൽ നിന്നും സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഇതുപോലെ സാധനം മോഷ്ടിച്ച ആൾക്കാര് വലുതായി കഴിഞ്ഞാൽ ഇതിലും വലിയ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്നതാണെന്ന് പറഞ്ഞ് നമുക്കും ആളുകൾക്കിടയിലേക്ക് ഈ ഒരു വാർത്തയൊക്കെ പ്രചരിപ്പിച്ചാലോ എന്ന് ചേച്ചിയും ചോദിക്കുകയാണ്. പക്ഷെ അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ഐഡിയ ആയതുകൊണ്ട് തന്നെ അച്ഛനും അത് സ്വീകരിക്കുന്നില്ല. ഹ്യൂനുവിന്റെ നാട്ടിലാകട്ടെ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുകയാണ്. മീറ്റിംഗിൽ വെച്ച് അച്ഛന്റെ എതിരായിട്ടുള്ള സ്ഥാനാർത്ഥി യുവാക്കളെയാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആവശ്യമെന്നൊക്കെ പറയുന്നു. അവരുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഫ്രൂട്ട് ഒക്കെ ഉണ്ട്. ആ ഒരു ഫ്രൂട്ട് ആകട്ടെ ഹെയിന്റെ കടയിൽ പോലും വെക്കുവാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആളുകളും അച്ഛനോട് ചോദിക്കുകയാണ്. വർക്കിനെ വർക്കിന്റേതായിട്ടുള്ള രീതിയിലും അല്ലാത്ത ലൈഫിനെ ആ രീതിയിലും കാണണമെന്നായിരുന്നു അച്ഛനും പറയുന്നത്. ഹ്യുൻവോ പണക്കാരിയായിട്ടുള്ള ഒരു സിഒനെ വിവാഹം കഴിച്ചു എന്ന് മാത്രമായിരുന്നു ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ഇന്നേ വരെ ഞങ്ങൾക്ക് ഹെയിനെ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഹെയിനും ഒരിക്കൽ പോലും ഇവിടെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ സംസാരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഭൂമികുലുക്കമൊക്കെ പോലെ ആ ഒരു ബിൽഡിംഗ് ഒക്കെ നിന്ന് കുലുങ്ങുകയാണ്. ആളുകൾ ജനൽ വഴി താഴേക്കൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഗ്രൗണ്ടിലും ക്വീൻസ് ഗ്രൂപ്പിന്റെ ഒരുപാട് വണ്ടികളൊക്കെ വരികയാണ്. അതിൽ ഒരു വണ്ടിയിൽ നിന്നും ഹെയിനും പുറത്തേക്കൊക്കെ ഇറങ്ങുന്നു. ഹെയിൻ അവിടെ എത്തിയതൊന്നും തന്നെ അച്ഛനെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അച്ഛന്റെ 60ാമത്തെ ബർത്ത്ഡേക്ക് എനിക്ക് വരുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ട്രീറ്റ് എന്ന രീതിയിൽ ഇപ്പോഴും ഞാൻ വന്നിട്ട് ഈ വില്ലേജിലുള്ള എല്ലാവർക്കും ഫുഡൊക്കെ നൽകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അവളും പറയുന്നത്. അച്ഛന്റെ മരുമകൾ എന്ന രീതിയിൽ ഹെയ്നും സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്താണ് സംഭവിച്ചെന്നറിയാതെ എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കുമാണ് ഒരു ദിവസം ഞങ്ങളെ കാണുവാനായിട്ട് വരാമെന്നൊക്കെ നീ പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ ഒരു ദിവസം ഇന്ന് ഇപ്പോൾ ആക്കുവാൻ സാധിക്കുമോ? അച്ഛനും റീ ഇലക്ഷൻ ഒക്കെ നടത്തുന്ന തിരക്കിലാണ്. പക്ഷെ അച്ഛൻ ആളുകളുടെ സപ്പോർട്ട് വളരെയധികം കുറവാണ്. നീ വന്നിട്ട് അച്ഛന് വേണ്ടി ഒന്ന് സംസാരിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചേച്ചിയും ഹെയ്നും മെസ്സേജ് ഒക്കെ അയക്കുന്നു. ആ ഒരു മെസ്സേജ് ഒക്കെ കാണുന്ന ഹെയ്നും ചേച്ചിയും ചേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ ഈ ഒരു കാര്യം പറയുവാനായിട്ട് ആയിരിക്കും എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. എല്ലാവർക്കുമുള്ള ഫുഡിന്റെ ഒപ്പം വളരെയധികം വില കൂടിയ കോസ്മെറ്റിക്സും ഡ്രസ്സും എല്ലാം തന്നെ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ആ നാട്ടുകാർക്കൊക്കെ നൽകുകയാണ്. ക്വീൻസ് ഗ്രൂപ്പിന്റെ ഫുഡൊക്കെ കഴിച്ച് നാട്ടുകാരും എൻജോയ് ചെയ്ത് ഇപ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അമ്മയും ഹിനുവിനെ കോൾ ചെയ്തതിനു ശേഷം ഹെയ്ൻ നമ്മുടെ നാട്ടിൽ വന്നു എന്നും എല്ലാവർക്കും ഫുഡും മറ്റു സാധനങ്ങളും നൽകിയെന്നും ഹെയ്ൻ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അമ്മയും ഹിനുവിനെ അറിയിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അവനും നാട്ടിലേക്ക് പുറപ്പെടുന്നു. ഹ്യുനുവിന്റെ റൂമിലേക്ക് എത്തുന്ന ഹെയ്നാകട്ടെ റൂമിൽ നിന്നും ഒരു ഓഡിയോ പ്ലെയർ ഒക്കെ കിട്ടുകയാണ്. ഹെയ്ൻ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചേട്ടന്റെ മകനായിട്ടുള്ള ഹോയുൾ അവിടെ എത്തുകയാണ്. നിന്നെ ഇതുവരെയും ഞാനിവിടെ കണ്ടിട്ടൊന്നുമില്ലല്ലോ, നീ ആരാണെന്നൊക്കെ ഹോയുൾ ചോദിക്കുമ്പോഴത്തേക്കും ഞാനും ഈ ഒരു വീട്ടിലെ ആളാണ്, ഞാൻ ഇടയ്ക്ക് മാത്രമേ ഇവിടെ വരാറുള്ളൂ എന്നൊരു മറുപടിയൊക്കെ അവളും നൽകുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ആ കുട്ടിയും അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ പട്ടിയുടെ പേരെന്താണെന്നൊക്കെ അവളുടെ അടുത്തും ചോദിക്കുന്നത്. അവളും ഒരു പേരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വീട്ടിൽ പട്ടിയൊന്നും ഇല്ല എന്നായിരുന്നു അവന്റെ മറുപടി. ഹെയ്ന് ഞാൻ ഹിനുവിന്റെ വൈഫാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹിനുവിന്റെ ചേട്ടന്റെ മകനാണ് ഞാനെന്ന് പറഞ്ഞ് അവനും സ്വയം പരിചയപ്പെടുത്തുന്നു. ഹെയ്ൻ കൊണ്ടുവന്ന കാറിൽ ഒന്ന് റൈഡ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ അവനും ഉണ്ടായിരുന്നു. അവനും ആ ഒരു ആഗ്രഹമൊക്കെ ഹെയ്ന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും നീ എന്നോട് മിണ്ടാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനുള്ള അനുവാദം ഞാൻ നൽകാമെന്നായിരുന്നു ഹെയ്ൻ പറയുന്നത്. അവനും അങ്ങനെ വാക്കൊക്കെ നൽകുന്നത് കൊണ്ട് തന്നെ ഹെയ്നും അവനെ ഒന്ന് രണ്ട് റൈഡിനൊക്കെ കൊണ്ടുപോകുന്നു. പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും ആ ഒരു ഓഡിയോ ടേപ്പ് ഒക്കെ താഴേക്ക് പോകുകയാണ്. പക്ഷെ പിന്നീട് അവൾ അത് എടുക്കുവാനായിട്ട് കുനിയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ടേപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നേരത്തെ നിന്ന സ്ഥലത്ത് പോലും ആയിരുന്നില്ല അവൾ നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് അതിനിടയ്ക്ക് അവൾ എങ്ങോട്ടേക്കോ നടന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവൾ എങ്ങോട്ടേക്കാണ് പോയതെന്നോ എപ്പോഴാണ് പോയതെന്നോ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നോ ഒന്നും തന്നെ അവൾക്ക് അറിയിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഇരുന്ന് കരയുന്നു. ഹേനെ അന്വേഷിച്ച് ഹിനു എത്തുമ്പോഴത്തേക്കും ഹിനുവിനെ ആ ഒരു നാട്ടുകാരെല്ലാവരും തന്നെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അവിടെ ഒന്നും തന്നെ അവന് അവളെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അച്ഛനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഹെയ്നും വീട്ടിലാണുള്ളതെന്നൊക്കെ അച്ഛന് പറയുന്നുണ്ട്. പക്ഷേ വീട്ടിലേക്ക് അവൻ എത്തി കഴിയുമ്പോഴത്തേക്കും കാറുകാരനും അവൾ വീട്ടിലില്ല എന്ന കാര്യമൊക്കെ അവനെയും അറിയിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സൈക്കിളും എടുത്തുകൊണ്ട് അവനും അവളെ അന്വേഷിച്ചു പോകുന്നു. രാത്രിയിൽ ഹെയ്ൻ റോഡിന്റെ നടുക്കൂടെയൊക്കെ നടന്നു വരുമ്പോഴത്തേക്കും ആയിരുന്നു ഷുനു അവിടെ വെച്ച് അവളെ കാണുന്നത്. നീ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? നിന്നെ കോൾ ചെയ്തിട്ട് നീ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്? നിന്നെ അന്വേഷിച്ച് വീട്ടിലും ഹാളിലും എല്ലാം തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നീ ആരോടും പറയാതെ എന്തുകൊണ്ടാണ് ഇവിടം വരെ എത്തിയതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാനൊന്ന് നടക്കുവാനായിട്ട് ഇറങ്ങിയതാണെന്നാണ് അവൾ മറുപടി പറയുന്നതെങ്കിലും
പിന്നീട് അവൻ പോകുമ്പോഴത്തേക്കും അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവളെ കണ്ടുപിടിച്ചതെന്ന് അവന്റെ ശരീരത്തുണ്ടായിരുന്ന വിയർപ്പൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലാകുന്നു. ഞാൻ ശരിക്കും നിന്റെ വീടിന് മുമ്പിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീടാകട്ടെ ഇവിടെയാണ് ഞാൻ വന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയതെന്നോ എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയതെന്നോ ഇതുവരെ എന്ത് ചെയ്യുകയായിരുന്നെന്നോ എനിക്ക് അറിയുകയില്ല എന്നൊക്കെ അവളും തുറന്നു പറയുകയാണ്. ഞാൻ ആകെ പേടിച്ചിരിക്കുകയാണെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവനും അവളുടെ അടുത്ത് ചെന്ന് അവളിൽ നിന്ന് ഹഗ് ചെയ്യുന്നു. ആ ഒരു സീനൊക്കെ അവിടെ കട്ടായതിനു ശേഷം മറ്റൊരു സീനൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവനും സിയോളിലേക്ക് പഠിക്കുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ആളുകളെ പോലെ തന്നെ അവരെയും കണ്ടാൽ മതി, നീ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനും സപ്പോർട്ടൊക്കെ ചെയ്ത് അവനെ പറഞ്ഞയക്കുന്നു. അതേ ദിവസം ആയിരുന്നു ആ ഒരു സ്കൂളിൽ നിന്നും പഠിക്കുവാനായിട്ടൊക്കെ ഹെയ്നും സ്റ്റേറ്റ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഹെയ്ന്റെ സഹോദരനൊക്കെ മരിച്ചു പോയത് കൊണ്ട് തന്നെ അവളും ആ ഒരു ഷോക്കില് മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു കുറച്ചു ദിവസമൊക്കെ ഉണ്ടായിരുന്നതെന്ന് ഹെയ്ന്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളൊക്കെ പറയുന്നു. അവളും അതൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് മ്യൂസിക് ഒക്കെ കേട്ട് അവിടെ നിന്നും ഇറങ്ങി പോകുകയാണ്. അങ്ങനെ സ്കൂളൊക്കെ വിട്ട് അവൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ സ്കൂളിനെ മൊത്തത്തിലൊന്ന് നോക്കി വീണ്ടും തിരിയുമ്പോഴത്തേക്കും കാല് തെറ്റി അവൾ നിലത്ത് വീഴുന്നു. അപ്പോൾ അതുവഴി നടന്നു വന്നിട്ടുണ്ടായിരുന്ന ഹിനുവു അവൾക്ക് ഒരു ബാൻഡേഡ് ഒക്കെ നൽകുന്നു. അവളും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് എണീറ്റ് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അവനും ആ ഒരു ബാൻഡേഡ് അവളുടെ കാലിൽ വെച്ചു കൊടുക്കുകയും അവളോട് മരുന്നൊക്കെ വെക്കുവാനായിട്ട് പറയുകയും ചെയ്തിട്ട് അവൾക്ക് എണീക്കുവാനായിട്ട് കൈയൊക്കെ നീട്ടി കൊടുക്കുകയാണ്. പക്ഷെ അപ്പോഴും അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയായിരുന്നു. പിന്നീട് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എണീറ്റ് പോകുകയും വണ്ടിയിലൊക്കെ കയറുകയും ചെയ്യുന്നു. പക്ഷെ അവളാകട്ടെ നേരത്തെ മ്യൂസിക് ഒക്കെ കേട്ടോണ്ടിരുന്ന ആ ഒരു ഓഡിയോ പ്ലെയർ ഒക്കെ അവിടെ ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതേ ഓഡിയോ പ്ലെയർ ആണ് ഹിമു സൂക്ഷിച്ചു വെച്ചതും. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഇതിന്റെ 4th എപ്പിസോഡ് അവസാനിക്കുകയാണ്.